നമസ്കാരം. റെസ്പോൺസ് കേരളയിൽ ഇന്ന് കൂടെയുള്ളത് എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായിട്ടുള്ള ശ്രീ എൻ നന്ദകുമാറാണ്. സ്വാഗതം. നമസ്കാരം. ദിലീപ് കേസ്, അതായത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയും പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ദിലീപ് കേസാണ്. ദിലീപ് കോടതി കുറ്റവിമുക്തനായി ദിലീപിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 9 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടത്. പക്ഷെ അതിൻ്റെ പിന്നിൽ വീണ്ടും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആ വിധി വന്നിട്ടും അത് തീരുന്നില്ല എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ വിചാരണ കോടതിയെ ജഡ്ജിയെ വീണ്ടും അവമാനിക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നുണ്ട്. ദിലീപിനെ തൂക്കിക്കൊല്ലണമെന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവർ നിയമ വഴിയല്ല, മാക്സിമം അപഹസിക്കാനും പരിഹസിക്കാനുമുള്ള ഒരു സ്ഥിതി നടക്കുന്നുണ്ട്. സൈബർ യുദ്ധം രണ്ടു ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഞാൻ ചോദിക്കാൻ വരുന്നത്, ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മുടെ മലയാള സിനിമയ്ക്കകത്ത്. അത് ഈ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദിലീപ് ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ വലിയ രീതിയിൽ സിനിമയിലേക്ക് വന്നത് എന്നും ദിലീപിന്റെ കേസിന് പുറകിൽ വരെ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദിലീപ് കേസിനെ വളരെ അടുത്ത് നിന്ന് നോക്കി കണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തനം ഒക്കെ എന്ന നിലയിൽ നന്ദേട്ടൻ എന്താണ് തോന്നുന്നത്? അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് ഒരു വലിയ പ്രസക്തിയുണ്ട് ആ ചോദ്യത്തിന്. കാരണം ഈ ദിലീപ് പ്രശ്നം ഈ മഴ കഴിഞ്ഞിട്ടാണ് മഴവെള്ളം മരം പെയ്യാന്ന് പറയുക. സമാനമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ 8 വർഷക്കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവ വികാസത്തിന്റെ 8 വർഷത്തിന് ശേഷമാണ് കോടതി വിധി വരുന്നത്. ആ കോടതി വിധി വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചില അനുരണനങ്ങളുണ്ട്. അത് നമുക്ക് പലപ്പോഴും ചിന്തിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. ഒരു വലിയൊരു കോലാഹലമാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും അതേപോലെ തന്നെ മാധ്യമ രംഗത്തും ഒക്കെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം അതിന് പലതരത്തിലാണ് സോഷ്യൽ മീഡിയ അതിനെ കൊണ്ടാടിയിട്ടുള്ളത്. കാരണം ചില ആളുകൾ പറഞ്ഞതിനകത്ത് ദിലീപിനെ പരമാവധി വിമർശിക്കാനൊരു അവസരം ഉപയോഗപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, ആ ദിലീപിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ കോടതി വിധി വന്നു എന്നുള്ളതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയിലെ പ്രിൻസിപ്പൽ ജഡ്ജിനെ അവമാനിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളും പലരുടെ ഭാഗത്തു നിന്നും വന്നു. അതൊന്നും വാസ്തവത്തിൽ ഭൂഷണമല്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കോടതി എപ്പോഴും വിധിക്കുന്നത് കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ തെളിവുകൾ കണ്ട് മാത്രമാണ് കോടതിക്ക് വിധി പ്രസ്താവിക്കാൻ സാധിക്കുക. അല്ലാതെ കോടതി നമ്മൾ പറയുന്ന സെൻസേഷണൽ ഇഷ്യൂസ്, ആ സെൻസേഷന്റെ പശ്ചാത്തലത്തിൽ ഒരിക്കലും കോടതി വിധി പ്രസ്താവിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെയുള്ള പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഞാൻ മനസ്സിലാക്കുന്നത്, അവര് കൃത്യമായിട്ട് കേസ് പഠിച്ച് അവർ ഏകദേശം 8 വർഷത്തോളമായിട്ട് കേസിന് പിന്നാലെയാണ്. അതെ, അവര് ഈ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജായത് ഇന്നലെ മിനിയാന്നൊന്നും അല്ല ആയത്. 8 വർഷമായിട്ടുള്ള ഒരു പാരമ്പര്യം അവരെ സംബന്ധിച്ചുണ്ട്. അവർ 8 വർഷമായിട്ട് ഈ വിഷയം പഠിച്ചിട്ടുണ്ട്. ആ വിഷയം പഠിച്ചതിന് ശേഷം ആണ് അവർ വിധി പ്രസ്താവന ഉണ്ടായിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ആരോപിക്കാവുന്ന നിരവധി വിഷയങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ട്. ഈ വിധി പൂർണ്ണമായിട്ട് ഇപ്പൊ ദിലീപിന് അനുകൂലമായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു സാമാന്യ നീതിക്ക് നിരക്കുന്നതാണെന്നൊരു ചോദിച്ചാൽ ഉത്തരം പറയുക വളരെ പ്രയാസമാണ്. കാരണം ഞാൻ പൂർണ്ണമായിട്ട് കാര്യത്തിൽ നമുക്ക് ദിലീപിനെ ന്യായീകരിക്കാൻ സാധ്യമല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കേസിനകത്ത് ഇരയ്ക്ക് നീതി കിട്ടത്തക്ക രീതിയിൽ പ്രതിഭാഗത്തിന്റെ വക്കീലടക്കമുള്ള ആളുകളുടെ രീതിയിലുള്ള പ്രതികരണങ്ങൾ, വാദിഭാഗത്തിന്റെ വക്കീല് വേണ്ട രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന് പറയാൻ വളരെ പ്രയാസമുണ്ട്. കാരണം ഈ പറയുന്ന അഭിഭാഷകർ പലരും, പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ പ്രോസിക്യൂട്ടേഴ്സ് പലരും, സർക്കാരിന്റെ അടക്കമുള്ള നിലപാടുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപിന് അനുകൂലമാണ്. ഇപ്പൊ ദിലീപിൽ നിന്ന് മാത്രമല്ല, ഏതാണെങ്കിലും ഇരയ്ക്കെതിരായിട്ടുള്ള സമീപനമാണ് സർക്കാരിന്റെ സമീപനങ്ങൾ. അതിന്റെ പേരിൽ തന്നെ കോടതിയിൽ ഇരിക്കുന്ന സർക്കാർ ഭാഗത്തിന്റെ ആയിട്ടുള്ള അഭിഭാഷകര് അവരുടെ ഭാഗത്തുനിന്നും വേണ്ട രീതിയിൽ പ്രവർത്തിച്ചു എന്ന് പറയാൻ വേണ്ടി സാധ്യമല്ല. അതിനൊപ്പം തന്നെയാണ് ശരിക്കും ഒരു മറുപടി അതിനെ സംബന്ധിച്ചുള്ളത്. ദിലീപിന്റെ ചില ചെറിയ പ്രശ്നങ്ങളോ വലിയ പ്രശ്നങ്ങളോ എന്തോ ആയിക്കൊള്ളട്ടെ, ദിലീപ് ശിക്ഷിക്കപ്പെട്ടാലും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരനെ സംബന്ധിച്ച് അതിനകത്ത് വലിയ വിഷയമൊന്നുമില്ല. പക്ഷെ ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്നുള്ള വാശി പിടിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ചില മട്ടാഞ്ചേരി മാഫിയ തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പറയുന്ന ആളുകൾ കേരളത്തിലെ എറണാകുളമുള്ള സിനിമാ രംഗത്തെ അടക്കി ഭരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ അതുകൊണ്ടാണ് അറിയപ്പെടുന്ന പല സിനിമാ രംഗത്തുള്ള ആളുകളും സംവിധായകന്മാരെ ആരും ഈ വിഷയത്തിനകത്ത് കയറി ശക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അവർ രേഖപ്പെടുത്താതിരിക്കാനുള്ള കാരണം, ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ വലിയ സ്വാധീനം സിനിമാ രംഗത്തുണ്ട്. പ്രത്യേകിച്ച് ദിലീപിന്റെ ഈ പറയുന്ന ഇഷ്യൂ ഉണ്ടായതിനു ശേഷമാണ് അവർ ഈ രംഗത്തേക്ക് വളരെ കടന്നു വന്നിട്ടുള്ളതാണ്. അത് ഇതിനെ വളരെയധികം ബാധിക്കുന്നു എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. ഏതാണെങ്കിലും ഇത് ഒരിക്കലും സംഭവിക്കുന്നത്, നമുക്ക് തന്നെ അമ്മയുടെ ഭാരവാഹികളുണ്ട്. അമ്മയുടെ ഭാരവാഹികളിൽ നിന്നൊരു മറുപടിയുള്ളതായിട്ട് ഞാൻ വായിച്ചില്ല. അതൊന്ന്. രണ്ടാമത്തത്, ഈ പറയുന്ന ഞാനിപ്പോ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ എൻ്റെ ഒരു വിഷയമുണ്ട്. കാരണം ഇപ്പോ ഇദ്ദേഹത്തിന് ദിലീപിനെതിരായിട്ട് കേസെടുക്കുന്നതിന് പ്രധാനപ്പെട്ട ഏറ്റവും വലിയ താല്പര്യം കാണിക്കുകയും
അതേപോലെ തന്നെ ഈ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കുകയും ചെയ്തത് മുൻ തൃക്കാക്കര MLA ആയിരിക്കുന്ന ശ്രീമാൻ PT തോമസ് ആണ്. അദ്ദേഹത്തിന്റെ നിലപാട് നമ്മൾ എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും 100% സത്യസന്ധമായിട്ടുള്ള സമീപനമാണ് PT തോമസ് ഈ വിഷയത്തിൽ അന്ന് എടുത്തത്. അതിന്റെ പേരിലാണ് അദ്ദേഹം ആ സ്ഥലത്തിൽ രാത്രി 12 മണിക്കാണ് വരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് അറിഞ്ഞ വസ്തുത, ആ സമയത്ത് ഇവിടെ പരാതി കൊടുത്തത് അന്ന് താമസിച്ച ലാലിന്റെ വീട്ടിലേക്കാണ് ഇദ്ദേഹം വന്നത്. അതിനുശേഷം പരാതി ഇവർ ആർക്കാ കൊടുത്തത്? ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് സബ് ഇൻസ്പെക്ടർ താമസിക്കുന്ന എന്റെ ഓഫീസ് അവിടെയാണ്, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് അവിടെയാണ്, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫീസ് അവിടെയാണ്. ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് 4 കിലോമീറ്റർ അപ്പുറത്താണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉള്ളത്. ഈ പറയുന്ന സ്ഥലത്തൊന്നും പരാതി കൊടുക്കാതെ കണ്ട് DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ വിളിച്ച് കേസ് ചാർജ് ചെയ്യാൻ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ഇവർ വ്യക്തമാക്കണം. അതൊരു വലിയ വിഷയമാണ്. കാരണം ഡൽഹിയിലിരിക്കുന്ന തിരുവനന്തപുരത്തിരിക്കുന്ന ലോക്നാഥ് ബെഹ്റയെ വിളിച്ചിട്ട് അല്ലല്ലോ ഒരു കേസിന് പരാതി കൊടുക്കേണ്ടത്. ആ പരാതി എപ്പോഴും റിട്ടേൺ പരാതിയാണെങ്കിലും നമ്മൾ ഓറൽ പരാതിയാണെങ്കിലും രണ്ടും കൊടുക്കേണ്ടത് ഏറ്റവും പ്രാദേശികമായിട്ടുള്ള തലത്തിലാണ്. അങ്ങനെയുള്ളൊരു പരാതി കൊടുക്കാതിരിക്കാനുള്ള കാരണം ഈ കേസിനെ സംബന്ധിക്കുന്ന വേണ്ടത്ര ഗൗരവം ഈ പരാതി കൊടുത്ത ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇതിനകത്ത് പല വിഷയങ്ങളുണ്ട്. 2 കാറുകൾ വണ്ടി മാറിക്കയറുന്ന, അതേപോലെ തന്നെ ഈ ഡ്രൈവറെ സംബന്ധിച്ച് നേരത്തെ ഈ പറയുന്ന അതിജീവിതയെ സംബന്ധിച്ച് നല്ല പരിചയമുള്ള ഡ്രൈവറാണ് രണ്ടാമത്തെ ഡ്രൈവർ. അയാളുടെ പഴയ ബാക്ക്ഗ്രൗണ്ട് അയാളുടെ വളരെ മോശമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. അത്തരം ബാക്ക്ഗ്രൗണ്ടുള്ള ആളുടെ ഒരു കാറിലേക്ക് അവർ കയറാനായിട്ടുള്ള ഒരു സാഹചര്യം എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കേണ്ടതാണ്. ഈ കാറിന്റെ ഉടമ ആരാണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. ആ കാറിന്റെ ഉടമയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പങ്കുണ്ടോ എന്നുള്ളവർ അന്വേഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അയാൾ സാക്ഷിയായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ വിഷയത്തിനകത്ത് ലാല് പോലും സാക്ഷിയാണോ എന്ന് എനിക്കറിയില്ല. അല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ലാലിന്റെ പേര് നമ്മൾ ഇതിന്റെ ഈ പറയുന്ന ചർച്ചാവേളയിൽ ഒരു സ്ഥലത്തും ഉയർന്നു വരാത്ത പേരാണ് ലാലിന്റെ പേര്. പക്ഷേ ലാലിന്റെ വീട്ടിലായിരുന്നു അതിജീവിത ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് PT തോമസ് അവരെ കാണുന്നത്. ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് കേസിന്റെ തുടക്കം തുടങ്ങി തന്നെ എന്തോ ചില ദുരൂഹതകൾ കേസിന്റെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ആ ദുരൂഹതകളിലേക്ക് കൂടിയിട്ട് ആഴ്ന്നിറങ്ങുന്ന സമയത്ത് മാത്രമാണ് ഇതിന്റെ വസ്തുതകൾ പുറത്തു വരാൻ സാധിക്കുക. അല്ല നന്ദേട്ടാ, അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇപ്പൊ പറഞ്ഞ ആ ഒരു കാര്യം, അതായത് ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അതിജീവിതയെ കാറിൽ കൊണ്ടുവരാൻ വേണ്ടി ഏർപ്പാടാക്കിയത് ലാലിന്റെ മകന്റെ ആ ഒരു എന്താണ് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സ്ഥലമാണ്. ലാൽ ക്രിയേഷനൊക്കെ ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. അപ്പൊ അവര് ഈ വണ്ടിയും ഡ്രൈവറെയും ഏർപ്പാടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ എങ്ങനെയാണ് അവർ ഡ്രൈവറാക്കി വെച്ചു കൊടുക്കുക എന്നുള്ള തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കണ്ടേ? എങ്ങനെയാണ് ഇത്ര വ്യക്തമായിട്ട് ഇവർക്ക് മനസ്സിലായത്? അതായത് ഈ പറയുന്ന ആക്രമിച്ച പൾസർ സുനിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഈ ഡ്രൈവറെ തന്നെ ഇവർ വെക്കും, ഈ കാറിൽ ഇവർ പോകും എന്നൊക്കെ മനസ്സിലായത് എങ്ങനെയാണെന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രതിഭാഗം കോടതിയിൽ ചോദ്യം ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കൃത്യമായി ഉത്തരം പ്രോസിക്യൂഷന്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, കൃത്യമായിട്ട് ഇല്ല, ചെയ്തില്ല എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ള വലിയ പരാജയങ്ങളുള്ളത് തന്നെയാണ്. ഇപ്പൊ കാർ മാറിക്കയറുന്നു, ഈ കാറ് മാറിക്കയറുന്ന സമയത്താണ് ഈ പറയുന്ന പ്രതിയായിരിക്കുന്ന ഡ്രൈവർ അതിനകത്ത് വരുന്നത്. ഈ ഡ്രൈവറുടെ പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലമാണ് അയാളെ സംബന്ധിച്ചുള്ളത്. അയാള് ഈ പറയുന്ന അതിജീവിതയുടെ മുൻകാലത്തെ ഡ്രൈവർ കൂടി ആയിരുന്നു. അവർക്ക് നേരിട്ട് അയാളെ സംബന്ധിച്ച് പരിചയമുണ്ട്. അങ്ങനെയുള്ള പരിചയമുള്ള കുറ്റവാളിയായിരിക്കുന്ന ഒരു ഡ്രൈവറെ തന്നെ വീണ്ടും ഇവരുടെ പിന്നാലെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊരു വസ്തു നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഇത് യഥാർത്ഥമായിട്ടുള്ള വിഷയം 8 വർഷക്കാലം കൊണ്ട് ഏകദേശം കേസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തേച്ചു മാച്ച് കളയത്തക്ക രീതിയിലാണ് അന്വേഷണം നടന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിനകത്ത് ആർക്കൊക്കെ പങ്കെന്ന് പറയാൻ സാധ്യമല്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പങ്ക് കുറച്ച് കാണാൻ വേണ്ടി സാധ്യമല്ല. ബാക്കി നീതിന്യായ രംഗത്ത് മറ്റു പലരുടെയും പങ്കിനെ സംബന്ധിച്ച് കുറച്ച് കാണാൻ വേണ്ടി സാധ്യമല്ല. രാഷ്ട്രീയപരമായിരിക്കും സ്വാധീനത്തെ സംബന്ധിച്ച് കുറച്ച് കാണാൻ സാധിക്കില്ല. ദിലീപ് ഉൾപ്പെടുന്ന പ്രതികളുടെ സ്വാധീനത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരം നീക്കുപോക്കുകൾ ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഏതൊക്കെയാണെങ്കിലും നിരവധി സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന കേസ് തേച്ച് മാച്ച് കളയാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അത് ശരിയാണ്. അതെ, ഇതില് ഞാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ദിലീപുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതരമായ ചില പരാമർശങ്ങളും ആരോപണങ്ങളും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിന്റെ മുമ്പ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസിനെ ദിലീപ് ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസെടുക്കുകയും അത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന്റെ വിചാരണ നടക്കുന്ന വേളയിൽ ആ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന സമയത്ത് ദിലീപ് മറ്റൊരു കോടതിയിലും ബൈജു പൗലോസ് മറ്റൊരു കോടതിയിലുമായിരുന്നു എന്ന് പ്രതിഭാഗം ആ സമയത്ത് തന്നെ അത് തെളിയിച്ചു. അപ്പൊ തന്നെ ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്, ഇതെന്താണ്, നാടകമാണോ നിങ്ങൾ നടത്തുന്നത് എന്ന്
പ്രോസിക്യൂഷനോടും പോലീസിനോടും ചോദിക്കുന്നുണ്ട്. അപ്പൊ കള്ളക്കേസുകൾ വരെ എടുത്തിട്ട് ദിലീപിനെ എങ്ങനെയെങ്കിലും വീണ്ടും കൊടുക്കുക എന്നുള്ള ഒരു ശ്രമം ഈ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് പോയിട്ടുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അതിന് സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് കേരളത്തെ പോലീസ് ഇല്ലാ കഥകൾ മെനയുന്ന കാര്യത്തിൽ വളരെ മിടുക്കന്മാരാണ്. നിരവധി അനുഭവങ്ങൾ അത്തരത്തിലുണ്ട്. പല ഭാഗത്തും പ്രതികളെ രക്ഷിക്കുന്ന കാര്യത്തിലും വാദികളെ രക്ഷിക്കുന്ന കാര്യത്തിലും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന കാര്യത്തിലേക്ക് വലിയ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ വളരെ കഴിവുള്ള കേരളത്തിന്റെ പോലീസ്. ആ പോലീസ് സംവിധാനത്തിനകത്ത് വേണമെങ്കിൽ ഈ ആക്രമിച്ചു എന്നുള്ള കേസ് ഉണ്ടാക്കിയതാണോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാമല്ലോ. എന്നെ ഇയാള് സിനിമാ നടൻ എന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു, അത് പറഞ്ഞ് വേണമെങ്കിൽ വലുതാകാനും വലിപ്പം ഉണ്ടാക്കാനുമായിട്ടുള്ള ഒരു പരിശ്രമം ഇത്തരത്തിലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ട്. അല്ല, അത് ഉണ്ടായി എന്ന് കോടതി തെളിഞ്ഞതാണ്. പക്ഷെ പിന്നീട് ആ കേസിൽ പിന്നെ ഒരു മുന്നോട്ട് പോക്കും പോലീസ് നടത്തിയില്ല. അന്ന് താൽക്കാലികമായി ദിലീപിനെ കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കള്ളക്കേസ് എന്ന നിലയ്ക്ക് തന്നെയാണ് അത് ഹൈക്കോടതിയിൽ പൊളിഞ്ഞത്. അതെ, അതിന് കാരണം ഇനി പോലീസിന് ഇത്തരം കാര്യങ്ങൾ താല്പര്യമില്ല. പോലീസിന്റെ താല്പര്യം ഇതിനകത്ത് പൂർണ്ണമായിട്ട് പോലീസ് ഉദ്ദേശിക്കുന്ന, അവർ വരച്ചു വെക്കുന്ന ഒരു രേഖാചിത്രമുണ്ട്. ആ രേഖാചിത്രത്തിൽ കൂടിയുള്ള സഞ്ചാരമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് യഥാർത്ഥമായിട്ടുള്ള വസ്തുതകളെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു താല്പര്യം അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് പോലീസിന്റെ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്കടക്കം യഥാർത്ഥമായിട്ട് അവർ എത്ര കാലം തുടങ്ങിയിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയതാ? ഇതിലെ ഈ കോടതിയുടെ വിധിയെ ഇത്തരം വർഷം വൈകേണ്ടതിന്റെ കാരണം എന്താ ഉള്ളത്? എന്തുകൊണ്ടാണ് അവർ കേസ് നേരത്തെ തീർക്കാതിരുന്നത്? എന്ന് മാത്രമല്ല, ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥ ഇതിനു മുമ്പ് ചില കേസുകൾ അവര് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ കേസിനകത്തും പലപ്പോഴും പ്രതികൾ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ പ്രതികൾ വിട്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥ തന്റേതായിട്ടുള്ള കഴിവുകൾ ഇതിനുമുമ്പ് തെളിയിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഉള്ള വസ്തുതയുള്ളത് പ്രതികളെ സംരക്ഷിക്കുക, ഇരകളെ എന്നും ഇരകളാക്കി തന്നെ നിലനിർത്തുന്ന ഒരു ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നമ്മുടെ നീതിപാലകന്മാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള പറയാതെ നിവൃത്തിയില്ല. ഒരു കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതായത് ഇപ്പൊ അങ്ങ് പറഞ്ഞു നിർത്തിയ ഈ അന്വേഷണ ഉദ്യോഗസ്ഥ, ഏറ്റവും സീനിയർ ആയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥ ഈ കേസ് ഫ്രെയിം ചെയ്തതാണ് എന്നും ഈ കേസിൽ അവരുടെ വ്യക്തിപരമായ താല്പര്യം, അതായത് ഒരു വലിയ കേസാണ് നടക്കുന്നത്, ആ കേസിൽ ഞാൻ ഇങ്ങനെ വലിയ ഉന്നതനായ പ്രതിയെ പിടിച്ചു എന്നൊക്കെയുള്ള വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്താണ് ഈ കാര്യങ്ങൾ നടന്നത് എന്നും അതിൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുമായി സഹകരിക്കേണ്ടി വന്നു രക്ഷയില്ലാതെ എന്നുള്ള നിലയ്ക്കുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ തന്നെ അന്നത്തെ ഒരു IG ഉണ്ടായിരുന്നു, ദിനേന്ദ്ര കശ്യപ് എന്ന് പറയുന്ന IG ക്കായിരുന്നു ഇതിന്റെ ചുമതല ഉണ്ടായിരുന്നത്. അദ്ദേഹം പോലും അറിയാതെ നേരിട്ട് ADGP കേസിൽ ഇടപെട്ടു എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ സെൻകുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ അങ്ങ് നേരത്തെ പറഞ്ഞ് നിർത്തിയെടുത്ത് നമുക്ക് ലിംഗം ഛേദിച്ച ഒരു സ്വാമി ഉണ്ടായിരുന്നു. ആ ലിംഗഛേദന കഥ ആളുകളെല്ലാം ഏറ്റെടുക്കുകയും ഇതെന്തോ വീരപരിവേഷം കൊടുക്കുകയും ചെയ്തപ്പോൾ അവസാനം ആ കഥ പൊളിഞ്ഞു. ആ പാവപ്പെട്ട സ്വാമിയെ ചതിക്കുകയായിരുന്നു എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ട അവസ്ഥ വന്നു. അതുപോലെ മറ്റു പല കേസ്, ഇപ്പം ഒരു ഹിന്ദു കൊലക്കേസുണ്ട്, നമ്മുടെ ആലുവ പുഴയിൽ വീണ് മരിച്ചൊരു സ്ത്രീയുടെ കേസാണ്. അതിലും കൃത്യമായി സാക്ഷിയെ എന്ത് ചെയ്തു, ഫ്രെയിം ചെയ്തു. പിന്നെ തൃശ്ശൂരുള്ള ഒരു ചാരായ ഷാപ്പല്ല, കള്ള് ഷാപ്പ് റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട് അതിലും കുറെ ആളുകളെ ഫ്രെയിം ചെയ്തതുമായി ബന്ധപ്പെട്ട് അവസാനം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോയിട്ട് ആ കേസ് പരാജയപ്പെടുന്ന അവസ്ഥയുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥയുടെ ചരിത്രം ഇതാണ്. അപ്പോൾ ഇത് കൃത്യമായി ഇതിൽ ബാധിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ നോക്കിക്കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥയുടെ നിലപാടുകൾ പലപ്പോഴും അതിനകത്ത് ട്രാൻസ്പെറൻസി ഇല്ല. അവര് ഫ്രെയിം ചെയ്യുന്ന കേസുകളാണെന്നുള്ള ധാരണ അവരുടെ പല കേസുകളെ സംബന്ധിച്ചുണ്ട്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച ലിംഗം ഛേദിച്ചിട്ടുള്ള സ്വാമിയുടെ കഥ പറയുന്നുണ്ട്. ഒരു സമൂഹത്തെ മുഴുവനാണ് അവർ അവമാനിച്ചത്. ഒരു സന്യാസി സമൂഹത്തെ മുഴുവൻ, ഹൈന്ദവ സമൂഹത്തെ മുഴുവൻ ആണ് ഈ പറയുന്ന ADGP അവമാനിച്ചത്. അവരവമാനിച്ചതിന് ശേഷം അവര് കാട്ടിക്കൂട്ടിയുള്ള വിക്രികൾ എന്തൊക്കെയാണ് ഈ പറയുന്ന ADGP? അവര് കാണിച്ച കൊള്ളരുതായ്മകളുടെ ഫലമായിട്ട് തിക്താനുഭവം വരെയത് ഒരു വലിയ സമൂഹമാണ്. അവസാനം അതിന്റെ കേസിൽ ബന്ധപ്പെട്ട ആ പെൺകുട്ടി തന്റെ കോടതിയിൽ വന്നിട്ട് പറഞ്ഞു ഈ തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ ഫ്രെയിം ചെയ്ത വർക്ക് കൊണ്ട് കേസുകൾ ഫ്രെയിം ചെയ്ത് വെച്ചുകൊണ്ട് യഥാർത്ഥമല്ലാത്തയെ കണ്ട് ഫേബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ ഊരാക്കുടുക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിൽ ഈ പറയുന്ന ADGP തൻ്റെതായിട്ടുള്ള പങ്ക് പല കാര്യങ്ങളും വഹിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന പലപ്പോഴും അതിന്റെ പേരിൽ അവരുടെ ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് ഒരുപക്ഷെ ഇതുപോലും ആരെങ്കിലും അവര് ഫ്രെയിം ചെയ്തതാണെന്ന് ധരിച്ചാല് ആ ധരിക്കുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി സാധ്യമല്ല. കാരണം ഇവരുടെ ADGPയുടെ നിലപാടതാണ്, അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാടതാണ്. ഇവിടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും അതേപോലെ ഇതിനു വേണ്ടി വാദിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന്റെ അടക്കമുള്ള ഈ നിലപാടുകൾ ഒന്നും വാസ്തവത്തിൽ അത്ര സുതാര്യമാണെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ഒരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു. അവിടെ പ്രതി ആയിരിക്കുന്ന ദിലീപ് കോടതിയിലേക്ക് വന്ന സമയത്ത് ജഡ്ജി എഴുന്നേറ്റു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. ഈ സാധനം ഫാബ്രിക്കേറ്റഡ് ആണ്. അത് നമുക്ക് സാമാന്യം ഊഹിക്കാവുന്ന സംഭവമാണ്.
കോടതിയിലേക്ക് ജഡ്ജി വരുന്ന സമയത്ത് അവിടെയുള്ള വക്കീലന്മാരടക്കമുള്ള മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാധാരണ സംഭവവികാസം മാത്രമാണ്. അങ്ങനെ എഴുന്നേൽക്കുന്ന ആ സമയത്ത് ഇരിക്കാൻ പോകുന്ന ജഡ്ജിയുടെ പടം എടുത്തിട്ട് അവർ എഴുന്നേൽക്കുകയാണെന്നൊക്കെ കാണിക്കുന്നത് ഈ പറയുന്ന ജില്ലാ ജഡ്ജിയെ അവമാനിക്കുന്നത് തന്നെയാണ് ശരിക്കും. അതൊരു തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അത് വിളിച്ചു പറഞ്ഞത്. അയാളുടെ വലിയ രീതിയിൽ ഈ വലിയ രീതിയിൽ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കുകയായിരുന്നു. ആ സത്യമാണ് എന്നുള്ളത്. അതെ, കാരണം അത് സാമാന്യ യുക്തി വേണ്ടേ? ഇപ്പൊ മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കിട്ടുന്ന സാധനം പിടിച്ച് വാർത്തയാക്കി കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ, ഇത് മാധ്യമ സംസ്കാരത്തിന് ചേർന്നിട്ടുള്ളതല്ല, മാധ്യമ ചിന്താഗതിക്ക് വിരുദ്ധമാണ്, മാധ്യമ സംസ്കാരത്തിന് വിരുദ്ധമാണ് ശരിക്കും. ഇന്നലെ ഞാൻ വാസ്തവത്തിൽ ആ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടത് ഈ പറയുന്ന ചില ആളുകളുടെ പ്രവർത്തനങ്ങളാണ് അതിജീവിതയ്ക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ശരിക്കതാണ്. അതിജീവിതയെ പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നത് ഈ തരം ചില സംരക്ഷകന്മാരാണ്. ഈ സംരക്ഷകന്മാർ എന്നും നാടിന് കൂടി ദൂഷ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. ഒരുപാട് നന്ദി.